നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരുമ്പോൾ മാധ്യമങ്ങൾ, താരങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വേൾഡ് കപ്പിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ലാമിനെ യമാൽ അടുത്ത വേൾഡ് കപ്പിൽ മിന്നിക്കത്തി കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കളിക്കാരനാണ്. കഴിഞ്ഞ 1-2 കോളപ്പുകളിൽ കോച്ച് ഡിലാഫ്യൂൻ്റെയുമായി ചില പ്രശ്നങ്ങൾ, ബാഴ്സലോണ സ്പാനിഷ് ദേശീയ ടീം വടംവലിയൊക്കെ യമാലിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. പക്ഷേ വേൾഡ് കപ്പിന് പയ്യനെ കൊണ്ടുപോവുകയും പയ്യൻ അവിടെ മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് ഫൈനലിസിമായുണ്ട്. മാർച്ചിൽ സാക്ഷാൽ ലിയോ മെസ്സിയുടെ അർജൻറ്റീനയ്ക്കെതിരെയാണ് കളിക്കാനുള്ളത്. അപ്പോഴും സ്പെയിനിൻ്റെ തുറുപ്പ് ചീട്ട് ഈ 18-കാരൻ പയ്യനാണ്. അപ്പോൾ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അവൻ വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. സമ്മർദ്ദമേറിയ മത്സരങ്ങൾക്ക് മുമ്പ് സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു എന്ന കാര്യങ്ങൾ കൂടി അവൻ പറയുന്നു. അവൻ്റെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അവൻ പറയുന്നു, വേൾഡ് കപ്പ് അടുത്ത് വരുമ്പോൾ ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാലും എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്പെയിൻകാരൻ്റെയും ലക്ഷ്യം തന്നെയാണ് ആ വേൾഡ് കപ്പ് വിജയിക്കണം, രാജ്യത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കണം. ഞാൻ അതിൽ വളരെയധികം എക്സൈറ്റഡ് ആണ് എന്നാണ് ഇപ്പോൾ അവൻ പറയുന്നത്. ഇത്തവണ വേൾഡ് കപ്പ് സ്പെയിൻ കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമുക്കറിയാമത് ഹോട്ട് ഫേവററ്റുകളായിട്ട് തലപ്പത്ത് 1-ാം സ്ഥാനത്ത് എണ്ണുന്നത് സ്പെയിനെയാണ്. അതിൻ്റെ ഒരു കാരണം യമാലിൻ്റെ കൂടി സാന്നിധ്യമാണ്. അപ്പോൾ യമാൽ തന്നെ പറയുന്നു, വേൾഡ് കപ്പ് നേടണം, എൻ്റെ ലക്ഷ്യം അതാണ്. ഓരോ സ്പെയിൻകാരനും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലക്ഷ്യം അതാണ്. സർവ്വം സമർപ്പിച്ച് കളിക്കളത്തിൽ നിൽക്കണം. അപ്പോൾ അവനോട് ഈ പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി, കളിക്ക് മുമ്പ് പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് സാധാരണഗതിയിലുള്ള എൻ്റെ ജീവിതം അങ്ങ് ജീവിക്കുക, ഫുട്ബോളിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ കളിയുണ്ട്, കളിയുടെ തലേന്ന് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഫുൾ ബാക്കിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഹോൾ ഡേ കണ്ടുകൊണ്ടിരിക്കലല്ല ഞാൻ ചെയ്യുക. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ആ ദിവസം ഞാൻ ആസ്വദിക്കും. എന്നിട്ട് കളിക്കളത്തിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും. മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പൂർണ്ണമായും ഡിസ്കണക്റ്റ് ആവും. ഇതാണ് എൻ്റെ ഒരു രീതി എന്നുകൂടി യമാൽ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.